ബ്രേക്ക്ഫാസ്റ്റിന് എന്താ ഉണ്ടാക്കുക എന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് ഈ ഒരു ഐഡിയ കിട്ടിയത് കേട്ടോ. ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ടു ആർക്കേസ് ചാനൽ. ഒരു മിക്സി ജാർ വേഗം എടുത്തോളൂ കേട്ടോ. അതിലേക്ക് ഒരു സ്പൂൺ ജീരകം ഇടുക, ഒരു സ്പൂൺ പെരിഞ്ജീരകം ഇട്ട് കൊടുക്കുക, പിന്നെ അതിലേക്ക് ഒരു സ്പൂൺ കുരുമുളക് ഇടുന്നുണ്ട്, പിന്നെ എരിവിന് ആവശ്യമുള്ള ചുവന്ന മുളക് കേട്ടോ. അതിനെ ഒന്ന് പൊടിച്ച് വയ്ക്കുക. അതായത് കുറച്ച് തരിതരിപ്പായിട്ട് കേട്ടോ, ഫൈൻ പൊടിയൊന്നും വേണ്ട. പിന്നെ ഞാനിത് അവിടെ കുറച്ച് പനീരെടുത്തിട്ട് അതിനെ മുറിച്ച് വയ്ക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഒരു ഉള്ളി ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഞാൻ ചതച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും ഇടുന്നുണ്ട് കേട്ടോ. ചതച്ചതോ പേസ്റ്റോ ഏത് വേണമെങ്കിൽ ആവാം. അതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ഈ പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ, മിക്സിയിൽ നിന്ന് എടുത്തിട്ട്. ഓക്കെ, അതെല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതിലേക്ക് നമ്മൾ പനീറും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അത് മുറിച്ച് വെച്ചത്, അത് ഒരുപാട് വലിയ ക്യൂബ്സ് ആണെങ്കിൽ കുറച്ച് മുറിക്കണതാണ് നല്ലത്. അപ്പോൾ നമുക്ക് ദോശയിൽ ഇങ്ങനെ നന്നായിട്ട് വെക്കാൻ പാകത്തിലിരിക്കും കേട്ടോ. എന്നിട്ട് അതിലേക്ക് നമ്മൾ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ബൈൻഡിങ് കിട്ടാൻ വേണ്ടി കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിലേക്ക് കുറച്ച് നേരം അടച്ച് വെച്ച് അതിനെ ഒന്ന് നല്ലോണം വേവിക്കുക കേട്ടോ. എന്നിട്ട് ലാസ്റ്റ് നമ്മൾ അതിലേക്ക് കസ്തൂരി മേത്തി ഇട്ട് കൊടുക്കുന്നുണ്ട്. കസ്തൂരി മേത്തി ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ മല്ലിയിലയോ പുതിനയിലയോ ഒക്കെ അത് നിങ്ങളുടെ ടേസ്റ്റിന് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഏതായാലും നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി നമ്മുടെ അടുത്ത പരിപാടി, ഒരു പാൻ വെച്ച് ദോശ പാനാണ് കേട്ടോ. അതിലേക്ക് ദോശയുടെ മാവ് ഒഴിച്ച് നമ്മൾ നല്ലോണം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ അതിന് ആവശ്യമുള്ള എണ്ണ അതറിയുമല്ലോ, പറയേണ്ട ആവശ്യമില്ല. അത് നല്ലോണം റോസ്റ്റ് ആകുമ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. ഓക്കെ, ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ടില്ലെങ്കിൽ മുന്നോട്ട് പോകാൻ പറ്റില്ല. ഓക്കെ, സോ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഇതിപ്പോൾ നമ്മുടെ ദോശയൊക്കെ ആയിട്ട് അതിൻ്റെ നടുവിലേക്ക് ഈ പനീറിൻ്റെ മിക്സ് അതിൽ നടുവിൽ വെച്ച് കൊടുക്കുക കേട്ടോ. നടുവിൽ വെച്ച് കൊടുത്ത ശേഷം അതിനെ ഒന്ന് നല്ലോണം ഒന്ന് ഫോൾഡ് ചെയ്യുക കേട്ടോ. ഓക്കെ, നമ്മുടെ അടിപൊളി പനീർ ദോശ റെഡിയാണ്. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടും, എസ്പെഷ്യലി കുട്ടികൾക്ക് കേട്ടോ. ഞാൻ വേറൊരെണ്ണം കൂടി ഉണ്ടാക്കി കാണിക്കുന്നുണ്ട്. ഈ പനീർ ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ലൊരു ഡിഫറെൻറ്റ് ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നമ്മളെല്ലാവരും പല വിധത്തിൽ ചെയ്യാറുണ്ട്, പക്ഷേ ഇതുപോലെ ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നമ്മൾ ജീരകവും പെരിഞ്ജീരകവും ഒക്കെ പൊടിച്ചിട്ട് ചെയ്യുമ്പോൾ. ഓക്കെ, ഇതുപോലെ ചെയ്തിട്ടുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യൂ. അല്ല, ചെയ്ത് നോക്കുന്നവരാണെങ്കിൽ അവരും കമൻറ്റ് ചെയ്യുക കേട്ടോ ചെയ്ത ശേഷം. ഓക്കെ, സോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. ഹാപ്പി കുക്കിംഗ്.